ഹായ് സുഹൃത്തുക്കളെ, വീട്ടിലെ പച്ചക്കറികളൊക്കെ തീർന്നെന്ന് പറഞ്ഞപ്പോൾ പച്ചക്കറി മേടിക്കാൻ പോകുന്നൊരു പോക്കാ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോഴാണ് അതാ ഒരു പോത്തുകുട്ടൻ അതാ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അങ്ങനെ പോത്തിൻ്റെ ഇടി കൊണ്ട് വീഴാഞ്ഞത് ഭാഗ്യം. ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കൃഷികളാണ്, കപ്പയും വെറ്റില കൃഷിയുമാണ്. അങ്ങനെ നമ്മൾ പച്ചക്കറി കടയിലെത്തി. അങ്ങനെ ബംഗാളി ഭായിയോട് 150 രൂപയുടെ കിറ്റ് ഞാൻ പറഞ്ഞു. അത് കേട്ടതും ബംഗാളി ഭായി അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്ന് എന്തൊക്കെയോ വാരി കൂടിൻ്റെ അകത്തൊക്കെ ഇടുന്നുണ്ട്. വെള്ളരി വെട്ടുന്ന്, മത്തം വെട്ടുന്ന്, അറഞ്ചം പുറഞ്ചമൊക്കെ വാളൊക്കെ എടുത്തിട്ട് വെട്ടുന്നുണ്ട്. ഇവിടുന്ന് പച്ചക്കറി മേടിക്കുന്നത് ഭയങ്കര ലാഭമാണ്. 150 രൂപയ്ക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി ഇവിടുന്ന് കിട്ടും. ഭായിക്ക് എന്തായാലും കടയോടും കസ്റ്റമറോടും നല്ല ആത്മാർത്ഥതയുണ്ട്. അതുപോലാണ് ഭായി ഇവിടെ ജോലി ചെയ്യുന്നത്. ഭായി എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ആ പച്ചക്കറി വേണോ, ഈ പച്ചക്കറി വേണോ എന്ന്. ഞാൻ പറഞ്ഞു ഭായി അത്യാവശ്യം എല്ലാം വെട്ടി ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഭായി എടുക്കാൻ പോലും പറ്റാത്ത ഒരു മത്തനൊക്കെ എടുത്ത് വെട്ടി എൻ്റെ കവറിലേക്ക് ഇടാൻ നോക്കുവാണ്. അങ്ങനെ ഭായിയുടെ പേരും നാളും ഊരും ഒക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. മുതലാളി ഭായിയെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുവാണ് ഈ കട. അത്രയ്ക്ക് ആക്റ്റീവായിട്ടാണ് ഈ ഭായി ഇവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഭായി വെണ്ടയ്ക്കായും പച്ചമുളകും പയറും എല്ലാം 2 കൈ കൊണ്ട് വാരി നിറച്ച് കവറിലേക്ക് ഇട്ട്, സവോളയും കിഴങ്ങും തക്കാളിയും എന്ന് വേണ്ട. അപ്പോൾ ഞാൻ ഭായിയോട് പറഞ്ഞു, ഭായി ഇനി ഇതിൻ്റെ അകത്ത് വെച്ച ഈ കവറ് പൊട്ടുമെന്ന് പറഞ്ഞു. ഭായിക്കൊരു ചിരിയും നാണവും. അങ്ങനെ ഭായി കവറൊക്കെ കൊണ്ടുവന്നത് ചിരിച്ചുകൊണ്ടൊക്കെ എൻ്റെ തന്ന്. അങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനിങ്ങ് അവിടുന്ന് പോന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ഭാര്യയുടെ വീണ്ടും വിളി, തേങ്ങ ഇല്ലെന്ന്. അങ്ങനെ തേങ്ങാക്കട ചെന്നപ്പോൾ തേങ്ങാച്ചേട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു ക്ഷീണം കൊണ്ട്. അങ്ങനെ തേങ്ങാച്ചേട്ടനോട് 4 തേങ്ങ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ തേങ്ങയും എടുത്ത് കുലുക്കി നോക്കി. ഈ കുലുക്കി നോക്കുന്നതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. പണ്ട് കാലം മുതൽ ഞാൻ കാണുന്നത് ഈ കുലുക്കി നോക്കുന്നതിൻ്റെ കാര്യം എന്തുവാണെന്ന്. അങ്ങനെ ഞാൻ കുലുക്കിയപ്പോൾ കുലുങ്ങാത്തതുകൊണ്ട് ഒരു കുലുങ്ങുന്ന തേങ്ങ തരാൻ പറഞ്ഞപ്പോൾ ചേട്ടനൊരു കുലുങ്ങുന്ന തേങ്ങയൊക്കെ എനിക്ക് തന്ന്. അങ്ങനെ പച്ചക്കറിയും തേങ്ങയും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന ഭാര്യ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഓടി വന്നു. ഭാര്യയ്ക്ക് പച്ചക്കറിയും തേങ്ങയും കണ്ടപ്പോൾ സന്തോഷം. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം, ഇതൊക്കെയല്ലേ നമുക്ക് സന്തോഷിക്കേണ്ടത് അല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും വരും വരെ ബായ്.